SKN40 ആലപ്പുഴ ജില്ലയിലൂടെ പര്യടനം തുടരുന്നതിനിടെ ലഹരി ഉപയോഗത്തിന്റെ ആശങ്കകൾ പങ്കുവച്ച് തീരദേശ ഗ്രാമങ്ങളിലെ അമ്മമാർ. വഴിയിൽ കാത്തുനിന്ന വീട്ടമ്മമാരാണ് ലഹരിക്കടിമകളായവരെ കുറിച്ചുള്ള വിവരങ്ങൾ 24-നോട് പങ്കുവച്ചത്. റിപ്പോർട്ട് കാണാം. ആലപ്പുഴ ആറാട്ടുപുഴയിലെ വലിയഴീക്കൽ തീരദേശ ഗ്രാമം. SKN40 പര്യടന വിവരം അറിഞ്ഞ വഴിയരികിൽ കാത്തുനിൽക്കുകയായിരുന്നു പ്രദേശത്തെ വീട്ടമ്മമാർ. SKN വാഹനം കൈകാണിച്ചു നിർത്തി. തീരദേശ ഗ്രാമങ്ങളിൽ ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ദുരവസ്ഥകൾ അമ്മമാർ പങ്കുവച്ചു. സന്ധ്യ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പുറത്തോട്ട് വിടാൻ പോലും പേടിയാ. വൈകുന്നേരം 5 മണിയാകുമ്പോൾ ആദ്യം കയറുക. എങ്ങോട്ടാ ഏതാണെന്നറിയാൻ വയ്യാതെ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. ലഹരി മരുന്നും ഈ കഞ്ചാവും ഇതൊക്കെ തന്നെ ഈ നാട്ടിലൊക്കെ ഉള്ളത്. ഈ കഞ്ചാവ് ഇത് നിർത്തലാക്കണം. ഈറ്റം വിളിച്ചൊക്കെയാ പോകുന്നത്. ഇവിടെ ഈ വണ്ടി പോകുന്നില്ല. അച്ഛോ കേട്ടിരിക്കാൻ പറ്റത്തില്ല. പോകുന്നത് ഭയങ്കര തെറിവിളിയാ. കിടക്കാൻ പറ്റത്തില്ല. കൊച്ചു പെൺപിള്ളേർക്ക് കിടക്കാൻ പറ്റത്തില്ല. ഇതിന്റെ അകത്ത് മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് ഇതെല്ലാമാണ് ഞങ്ങൾക്ക് നിർത്തറിയാവുന്നത്. സത്യമായിട്ട് ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തോന്നിപ്പോകുന്നു. അത്രയ്ക്ക് കുഴയാണ്. എന്താ ചെയ്യേണ്ടതറിയോ? ചൂലും എടുത്ത് ഇവിടെ നിൽക്കണം. അമ്മ അങ്ങോട്ട് പോകുമ്പോ തിരിച്ചു വരുമ്പോണ്ടല്ലേ നല്ല അടിച്ച് പരിച്ചു കൊടുക്കണം. മുളക് പൊടി സന്തോഷം. പടിഞ്ഞാറ് കടലും കിഴക്ക് കായലുമായി ഒറ്റപ്പെട്ട് കിടന്ന പ്രദേശമായിരുന്നു വലിയഴീക്കൽ. കൊച്ചിയുടെ ജെട്ടി, വലിയഴീക്കൽ പാലങ്ങൾ പൂർത്തിയായതോടെ യാത്രാമാർഗങ്ങൾ വർദ്ധിച്ചു. ലഹരിയുടെ വരവും ഈ വഴി കൂടിയതായാണ് പരാതി. അമ്മമാർ പങ്കുവച്ച വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന റിപ്പോർട്ടിൽ വിശദമായി പരാമർശിക്കും. 24 ആലപ്പുഴ.